ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ സ്കൂളിലേക്ക് വിടുവാനും കാക്കുവിനെ പണിക്ക് വിടുവാനുള്ള രാവിലത്തെ കുറച്ച് തിരക്കുകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് രാവിലെ നല്ല വെയിലായിരുന്നു. ഒരു ഉച്ചയോടുകൂടി മഴയെത്തി. മഴയെന്ന് പറയുമ്പോൾ വലിയ മഴയൊന്നുമില്ല, ചെറിയൊരു ചാറ്റ മഴ. ആ ചാറ്റമഴ തന്നത് എട്ടിൻ്റെ പണിയാണ് കേട്ടോ. മുറ്റത്ത് മുഴുവൻ തുണി വിരിച്ചിട്ടേക്കുമായിരുന്നു, എല്ലാം തന്നെ നനച്ച് കളഞ്ഞു. രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും തന്നെ ചോറ് കൊടുത്തു വിടണം, അതിനുള്ള പണിയിലാണ്. അരിയൊക്കെ രാവിലെ തന്നെ അടുപ്പിലിട്ടുണ്ട്, അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കറി വെക്കാനായിട്ടാണ്. ഇന്ന് അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകിട്ട് തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇനി കുറച്ച് എളുപ്പപ്പണിയൊക്കെ നോക്കിയേ പറ്റത്തുള്ളൂ. രാവിലെ 8:30 തന്നെ മക്കളുടെ ബസ് വരും. അതുകൊണ്ട് തന്നെ രാവിലെ എളുപ്പത്തിന് വേണ്ടി രാത്രി പയറൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കിടന്നത്. ഇനി രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഒന്ന് മെഴുക്കുവരട്ടി വെച്ചെടുക്കണം. ഒരുപാട് നാൾ കൂടിയാണ് കേട്ടോ വിലയ്ക്ക് പയറൊക്കെ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പയറുണ്ടായിരുന്നു, ആവശ്യത്തിന് പയർ നമുക്ക് കിട്ടും. നല്ല വേനലൊക്കെ അങ്ങോട്ട് കടുത്ത് വന്നപ്പോൾ ആ പയറൊക്കെ പോയി. ഇനി പുതിയത് വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് കായ്ച്ചൊക്കെ വരണം. ഇനി ഇവിടെ പയർ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് സവോള അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി അടച്ച് വെച്ചാൽ മതി. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട, ആവി അടിച്ച് തന്നെ വെന്തോളും. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രം. ഇളക്കില്ലെങ്കിൽ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ അടിയിൽ കയറി പിടിച്ച് കരിയും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയത് ഒരു അല്പം മുളക് പൊടിയാണ്. കളറൊന്ന് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. കൊടുത്തു വിടേണ്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ഇട്ട് കൊടുക്കില്ല. പച്ചമുളകിൻ്റെ എരിവ് മാത്രം കൊണ്ട് പച്ച പയറിങ്ങനെ മെഴുക്കുവരട്ടി വെച്ചെടുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്തോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതിനൊന്നും സമയമില്ല, അതുകൊണ്ട് തന്നെ അതേ സമയം തന്നെ ഇവിടെ ചമ്മന്തി കൂടി അരച്ചെടുക്കാനായിട്ട് നോക്കുവാണ്. ചമ്മന്തി അരച്ചെടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാം, ഇഞ്ചി ചമ്മന്തിയാണ് ഇവിടെ അരച്ചെടുക്കുന്നത്. ഞാൻ ചമ്മന്തി അരയ്ക്കുന്ന വിധമൊന്ന് പറഞ്ഞു പോയേക്കാം. തേങ്ങ, മുളക് പൊടി, ഇഞ്ചി, ഉള്ളി, ആവശ്യത്തിന് വാളംപുളി, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഈ ചമ്മന്തിയും പയറ് മെഴുക്കുവരട്ടിയും മാത്രം മതി കേട്ടോ എൻ്റെ ഭർത്താവിന് ചോറുണ്ണാനായിട്ട്. പയറ് മെഴുക്കുവരട്ടിയും വേണമെന്നില്ല, ചമ്മന്തി മാത്രം മതി. അവന് ആവശ്യത്തിന് ചോറിനോളം ഒരു മുട്ടയോ മീനോ ഒന്നും വെച്ച് കൊടുക്കണ്ട, ഈ ചമ്മന്തി മാത്രം. ഇവിടെ ഇഞ്ചിക്ക് പകരം മാങ്ങ ഇഞ്ചി എന്ന് പറയുന്നൊരു ഇഞ്ചിയുണ്ട്. ആ ഇഞ്ചി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവനതാണ് ഏറ്റവും ഇഷ്ടം. ആ ഇഞ്ചി രാവിലെ ഞാൻ തപ്പി നോക്കി, കിടപ്പില്ല. പറിക്കാനായിട്ട് മാങ്ങ ഇഞ്ചിന്നോ ഇഞ്ചി മാങ്ങയെന്നോ ഒക്കെ പറയും കേട്ടോ. ചമ്മന്തി അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് അപ്പം തന്നെ ദാണ്ട് മെഴുക്കുവരട്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ മെഴുക്കുവരട്ടിയുടെ പണി പാളും. തിരിച്ചു വന്ന് ചമ്മന്തിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി ചമ്മന്തിയാണ്. രാവിലെ അതിൻ്റെ ചോറിന് തോന്നിപ്പോയി. ഇനി 2-3 ഉണക്കമീൻ കൂടി വെട്ടി വറുത്തെടുക്കണം. അപ്പോൾ അടിപൊളി കോമ്പിനേഷൻ അല്ലേ, ചമ്മന്തിയും മെഴുക്കുവരട്ടിയും ഉണക്കമീൻ വറുത്തതും. വേറൊന്നും വേണ്ടല്ലോ. ഉണക്കമീൻ കൂടി രാത്രി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ട് കിടക്കണമെന്ന് ഓർത്ത് സമയം കിട്ടിയില്ല. ഒരു കേക്ക് വർക്ക് ഉണ്ടായിരുന്നു, അത് തീർത്ത് വന്നപ്പോൾ തന്നെ നല്ല ഒരു ടൈം എടുത്തു. അതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ, എങ്കിലും ഇതെല്ലാം റെഡിയാകുള്ളായിരുന്നു. ഇന്നലെ തന്നെ കുറച്ച് സമയം വൈകിപ്പോയിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരത്തെ കൂടി എഴുന്നേറ്റാണ് പണികളൊക്കെ തുടങ്ങിയത്. അപ്പോഴത്തേനും തന്നെ ഇവിടെ പയർ മെഴുക്കുവരട്ടി സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തോരാനായിട്ടൊന്ന് പറ്റിച്ചൊക്കെ എടുക്കും ഞാൻ. നമ്മൾ ഇത്ര നേരം അടച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ആവി വെള്ളമൊക്കെ ഇറങ്ങി വീണ് കാണും. അതൊക്കെ ഇനി തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ വെച്ച് പറ്റിച്ചെടുക്കും. രാവിലെ തന്നെ മോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അവൾ സ്കൂളിൽ പോകാനുള്ളതൊക്കെ പഠിക്കാനും അവളുടേതായ കാര്യങ്ങളൊക്കെ നോക്കി അവൾ എഴുന്നേറ്റിട്ടുണ്ട്. മെഴുക്കുവരട്ടിക്കൊക്കെ അരിഞ്ഞു തരാൻ അവൾ സഹായിക്കും. ഇന്നലെ രാത്രി അവളാണ് മെഴുക്കുവരട്ടിക്കുള്ള പയർ അരിഞ്ഞ് വെച്ചിട്ട് കിടന്നത്. രാവിലെ 8:30 പോകേണ്ടത് കൊണ്ട് തന്നെ എല്ലാം കൂടെ നടക്കുകയല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ. ഇവിടെ പയർ മെഴുക്കുവരട്ടിയൊക്കെ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി അങ്ങ് വെച്ചേക്കും. ഇനി ഇവിടെ ഉണക്കമീൻ കൂടി വറുത്തെടുത്താൽ മതി. ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെ ചാറ് കറിയൊന്നും വേണമെന്ന് നിർബന്ധമില്ല. മാത്രമല്ല ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൻ്റെ കൂടെ ഇനി ചാറ് കറിയും കൂടെ വെച്ചോണ്ട് നിൽക്കാൻ നേരമില്ല. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തന്നെ കാക്കൂര് പോകണം. മീനൊന്ന് തിരിച്ചിടുമ്പോൾ പൊടിയുന്നുണ്ട്. ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിടുകയാണ്. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് കുറച്ച് നേരം നിർത്തിയിട്ടിരുന്നെങ്കിൽ തിരിച്ചിടുമ്പോഴത്തേന് ഇത്രയും പൊടി വേലായിരുന്നു. ഇനി പോകുന്നതിന് മുമ്പായിട്ട് ഒരു കടുങ്കാപ്പി കൂടെ കൊടുക്കണം. രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് ഒരു കടുങ്കാപ്പി, പിന്നെ പോകുന്നതിന് മുമ്പായിട്ടൊരു കടുങ്കാപ്പി. അങ്ങനെ 2 കടുങ്കാപ്പികൾ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കാപ്പി കുടിക്കാൻ നിൽക്കുകയില്ല, കാപ്പി ഉണ്ടാക്കി കൊണ്ടുപോകാനും നിൽക്കുന്നില്ല. ആകെ ഈ കടുങ്കാപ്പി മാത്രം കുടിച്ചോണ്ട് പോകും. ഇനി കാക്കുനുള്ള ചോറൊന്ന് പൊതിഞ്ഞെടുക്കണം. എന്താ ചോറ് പൊതിഞ്ഞെടുക്കുന്നതിനുള്ള പേപ്പറാണ് കേട്ടോ ഇത്. പാത്രത്തിൽ ചോറ് കൊണ്ടുപോകുകയില്ല, പാത്രം ചുമക്കണം, തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകുകയില്ല. ഈ ഒരു പേപ്പർ വാങ്ങിച്ചു വെച്ചേക്കും. അതാകുമ്പോൾ കഴിച്ചിട്ടങ്ങ് കളഞ്ഞാൽ മതിയല്ലോ, തിരിച്ച് ചുമന്നുകൊണ്ട് വരണ്ടല്ലോ എന്ന് പറയും.
പിന്നെ വാഴയില നമുക്കില്ല കേട്ടോ, തൊട്ടടുത്ത പറമ്പിൽ നിന്നാണ് വാഴയില വെട്ടുന്നത്. എന്നും വാഴയില വെട്ടുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നിൽക്കില്ല. നമുക്ക് ആവശ്യത്തിന് വല്ലപ്പോഴും 1-2 ഇല വെട്ടിയെടുക്കും, അത്രമാത്രം. നമുക്കുള്ള വാഴ പാളയംകുടം വാഴയാണ്. അതിൻ്റെ ഇല വെട്ടിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഇല ചോറ് പൊതിയാനായിട്ട് പറ്റത്തില്ല. ചോറ് പൊതിയുന്ന പേപ്പർ ഇതാണെങ്കിലും കറികളെല്ലാം ഞാൻ വാഴയിലെ തന്നെ പൊതിഞ്ഞെടുക്കും കേട്ടോ, അതൊരു ടേസ്റ്റ് അല്ലേ. 2 ദിവസമായിട്ട് ഈ പേപ്പർ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചതാണ് ഈ പേപ്പർ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വാഴയില ഇവിടെ ഇരിക്കുന്നത്. ഇനി 2 ദിവസം ഞാൻ വാഴയില വെട്ടി അതിലേക്ക് ചോറ് പൊതിഞ്ഞ് കൊടുത്ത് വിടുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ലെന്ന്. നമ്മൾ ആ സമയത്തെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. നേരത്തെ എഴുന്നേറ്റുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഞാൻ ട്രൈപോഡിലേക്ക് ഫോൺ വെച്ച് കൊടുത്തിട്ട് ഓരോ പണികൾ ചെയ്യുമായിരുന്നു. അപ്പം അത് പണി കഴിയുമ്പോഴത്തേനും വീഡിയോയും ആവും. അങ്ങനെ കാക്കൂൻ്റെ ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റപ്പാക്കി എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞ ഉടനെ തന്നെ കുക്കൂനും വിളമ്പും. രാവിലെ 6:30 സമയത്ത് തന്നെ അവൾക്ക് കൂടെ ഉള്ളത് വിളമ്പി വെക്കും. അപ്പോൾ പണിയൊക്കെ തീർന്നോളുമല്ലോ. അല്ലേ പിന്നെയും ചോറ് വിളമ്പാനായിട്ട് മെനക്കേടാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്കും കൂടെ അങ്ങ് വിളമ്പിയതേ ഉള്ളൂ. ഞാനിന്നലെ പറഞ്ഞായിരുന്നു കുക്കു അക്കച്ചിക്ക് ചോറ് എടുത്ത് വിടുമ്പോഴത്തേനും ഇവിടെ ഫത്താഹ് ബഹളം തുടങ്ങുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അതെൻ്റെ അക്കച്ചിക്ക് മാത്രം ചോറ്, ഞാൻ ഇനി സ്കൂളിൽ നിന്ന് തിന്നുകയില്ല, എനിക്കും ചോറ് വേണമെന്ന് പറഞ്ഞ് അവൻ ബഹളം വെച്ചു. അങ്ങനെ അവന് കൂടി ചോറ് കൊടുത്ത് വിടുന്നുണ്ട് ഇന്ന് ഞാൻ. കഴിഞ്ഞ ദിവസം സീഡ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ആ കിറ്റിൻ്റെ കൂടെ ഉള്ളത്. അടിപൊളി ഒരു ലഞ്ച് ബോക്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല എല്ലാ സാധനങ്ങളും നല്ലതായിരുന്നു, എങ്കിലും ലഞ്ച് ബോക്സിൻ്റെ അകത്ത് ഇത്രയും പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് പാത്രം മാത്രമേ ഉള്ളായിരിക്കും, കറി വെക്കാനുള്ളതെല്ലാം ഉണ്ട്. എന്ത് സാധനം കിട്ടിയാലും സ്റ്റിക്കർ പറിക്കുന്നത് എൻ്റെ മോൾക്ക് വളരെ പാടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടുത്തെ സ്റ്റിക്കർ പറിക്കാൻ നോക്കിയപ്പോൾ തന്നെ എന്നോട് പറയാം, വേണ്ട അതിലൊരു പാട് കിടക്കും, അത് അവിടെ ഇരുന്നോട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിക്കർ പറിച്ചില്ല. ഇനിയിപ്പോൾ കഴുകുന്നതനുസരിച്ച് ആ സ്റ്റിക്കർ പൊളിഞ്ഞു വന്നോളും. ഇത് ഫത്തഹിനുള്ള ലഞ്ച് ബോക്സാണ് കേട്ടോ. എൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. ചോറ് വിളമ്പുമ്പോൾ അത്രയും മതി എന്ന് പറഞ്ഞ് ചോറ് വിളമ്പാനായിട്ട് സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ ജീവനാണ് ചമ്മന്തി. അതുകൊണ്ട് ഇതാണ്ട് ചമ്മന്തിയും മെഴുക്കോട്ടയും മാത്രം മതി അവന്. നേരത്തെ ഒന്നും ഫത്താഹ് പയർ മെഴുക്കോട്ടി കഴിക്കത്തില്ലായിരുന്നു. ഇവിടെ പയറായി ഇങ്ങനെ മെഴുക്കോട്ടിയൊക്കെ വെച്ച് ആ ടേസ്റ്റ് കഴിച്ചാണ് അവനിപ്പോഴും ഈ പയർ മെഴുക്കോട്ടി കഴിക്കുന്നത്. ഒരു മുട്ട കൂടി പൊരിച്ചു വെക്കാൻ അവൻ സമ്മതിച്ചില്ല കേട്ടോ. അവൻ വേണ്ടെന്ന് തന്നെ പറഞ്ഞു. ഈ ചമ്മന്തി മാത്രം മതി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ഈ 2 പപ്പടം വറുത്ത് വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഒരുപാട് കറിയൊന്നും ഈ മക്കൾക്ക് വേണ്ട, എന്നെപ്പോലെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കൂട്ടം ഉണ്ടെങ്കിലും അവർ ചോറുണ്ടോളും. എനിക്കും അങ്ങനെ തന്നെയാണ്. കല്യാണ സദ്യക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആകെ ടെൻഷനാണ്, ഏത് കറി ആദ്യം എടുക്കണം, ഏതാദ്യം കൂട്ടണമെന്നൊക്കെ ഓർത്ത്. ഇത് കഴിഞ്ഞ ദിവസം മില്ലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇനി മഴക്കാലമൊക്കെയാണ് വരുന്നെങ്കിൽ എണ്ണ ഉറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ചില്ലുകുപ്പിയിലിട്ട് ഒരു സ്പൂൺ ഇട്ട് വെക്കും. അതാകുമ്പോൾ എളുപ്പമുണ്ട്. അടുപ്പിൻ്റെ സൈഡിലേക്ക് വെച്ച ചില്ലുകുപ്പി ആയതുകൊണ്ട് തന്നെ ചൂടടിച്ച് ഉരുകിയിരുന്നോളും. അതല്ല പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ പെട്ടെന്ന് ഉരുകി പോകത്തില്ല. ഒരുമാതിരി കുപ്പിയുടെ ഷേപ്പൊക്കെ അങ്ങ് മാറിപ്പോവുകയും ചെയ്യും. എണ്ണ എടുക്കാനും വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. ഏപ്രിൽ മെയ് മാസം മാത്രമേ പ്ലാസ്റ്റിക് കുപ്പി വെച്ചേക്കുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം ഇങ്ങനെ ചില്ലുകുപ്പിക്ക് അത് എണ്ണ ഒഴിച്ച് വെക്കും. രാവിലെ ദോശയും ചമ്മന്തിയാണ്. അതിനുവേണ്ടി ദോശയ്ക്ക് മാവിലേക്ക് ഉപ്പിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ചമ്മന്തി ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ദോശയ്ക്ക് ചമ്മന്തി പല രീതിയിലുണ്ടാക്കും. ഞാനിവിടെ തേങ്ങാ ചമ്മന്തി ചുമല കളറിലെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് വെള്ള കളറിലെ ചമ്മന്തിയാണ് ഇഷ്ടം. എന്നാൽ ഫത്താഹ് ഒട്ടും കഴിക്കത്തില്ല വെള്ള കളറാണെങ്കിൽ. ചുമന്ന കളറാണെങ്കിൽ അവൻ കുറച്ച് ദോശയൊക്കെ കഴിച്ചോളൂ. അതുകൊണ്ട് മാത്രം. എനിക്ക് രാവിലെ ഉണ്ടാക്കുന്ന കാപ്പികളിൽ ഏറ്റവും പാടായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ ദോശ ഉണ്ടാക്കുക. കാരണം ഒരാൾക്ക് നൈസ് ദോശ വേണം, ഒരാൾക്ക് ശകലം കട്ടിക്ക് വേണം, അടുത്തയാൾക്ക് കുട്ടി ദോശകൾ വേണം. ഇങ്ങനെ 3-4 ടൈപ്പ് ദോശകളാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ദോശ കഴിക്കും, അതല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും പാടുപെട്ട് അവരുടെ ഇഷ്ടത്തിന് തന്നെ ദോശകൾ ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഉച്ച വരെ പോയി പട്ടിണിക്ക് ഇരിക്കേണ്ടതെന്ന് ഓർക്കും. പാവം കിട്ടത്തില്ലെങ്കിൽ എങ്കിലും കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെന്ന് ഓർത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കും. കുട്ടി ദോശ കണ്ടു കഴിഞ്ഞാൽ ഫത്താഹ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നു. ഇനി ദോശ കഴിക്കാനൊക്കെ ആയിട്ട് അവനൊരു സെപ്പറേറ്റ് പാത്രമുണ്ട്. അതാകുമ്പോൾ ചമ്മന്തിയൊക്കെ വേറെ സ്ഥലത്ത് ഒഴിക്കാം. ദോശ മുക്കി ഇങ്ങനെ തിന്നാനൊക്കെ ആയിട്ട് അതുമൊക്കെ എടുത്തുകൊണ്ടാണ് ആശാൻ ഇവിടെ വന്നേക്കുന്നത്. രാവിലെ 7 മണിക്ക് പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെ വിളിച്ചുണർത്തിയതാണ്. പക്ഷെ പോകാനായിട്ട് പറ്റിയില്ല. സ്കൂൾ ബസ്സിൻ്റെ ടൈം ഒന്ന് 2 ദിവസം നോക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ടാകാം. ഇച്ചിരി ഇടംപിരിയിലാണ് ആൾ. ആകെ കരച്ചിലും ബഹളവും നമ്മൾ നോക്കുന്ന പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുകയാണ്. കഴിക്കാൻ പോയപ്പോൾ ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്നു. എന്നെയും ക്യാമറയും കൂടെ പറപ്പിച്ചു. കുക്കുവിന് യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം. ഫത്താഹിന് ഒരാഴ്ചത്തേക്ക് കളർ ഡ്രസ്സ് ഇട്ടാൽ മതി. പിന്നെ യൂണിഫോമൊക്കെ ആയി വരണം അവർക്ക്. പഴയ യൂണിഫോം തന്നെയാണ്, എന്നാലും പുതിയത് തയ്പ്പിക്കേണ്ട പിള്ളേരൊക്കെ ഉണ്ട്. അവർക്ക് തയ്പ്പിക്കാനൊക്കെ ആയിട്ട് ഒരാഴ്ച അവസരം കൊടുത്തേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫത്താഹിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ തേണ്ട ഷർട്ട് എങ്ങനെയൊക്കെയോ ഞാൻ തേച്ച് മിനുക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ വശമില്ലാത്തൊരു പണിയാണ് ഈ ഷർട്ട് തേപ്പ്.
അങ്ങനെ അതാണ്ട് കുളിച്ചൊരുങ്ങി മക്കൾ ഇറങ്ങി കേട്ടോ. ഫത്തഹ് കുറച്ച് കാര്യങ്ങളൊക്കെ ഫത്തഹിൻ്റെ തന്നെ നോക്കിയോളൂ. അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളതിൻ്റെ പുറകെ ഒന്നും നടക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് മൊത്തത്തിൽ ഇടംബരിയായിട്ട് നിൽക്കുവാന്ന്. ക്യാമറ ഇപ്പോൾ കണ്ടിട്ടില്ല, കണ്ടു കഴിയുമ്പോൾ നിന്ന് തുള്ളുന്നു. ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. സാധാരണ ഞാൻ ജൂൺ മാസത്തിന് മുമ്പ് 2 സൈഡൊന്ന് തെളിച്ച് വിടുന്നതാണ്. തുമ്പായിക്ക് ചെത്തി വിടും, പക്ഷേ ഈ പ്രാവശ്യം അതിന് പറ്റിയില്ല. എല്ലാം കൊണ്ടും തിരക്കൊക്കെ ആയിരുന്നു. അപ്പം ഞാനത് അത്യാവശ്യം ഒന്ന് തെളിച്ച് വിടുവാണ്. എനിക്ക് രാവിലെ വൈകിട്ടും കൂടെ ഇറങ്ങിപ്പോക്ക് നടക്കുകയല്ല. ഇതിൻ്റെ ഇടയിൽ കേക്ക് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇറങ്ങിപ്പോയി എൻ്റെ കാര്യം പോക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 2 സൈഡ് തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുകളിൽ നിന്ന് നോക്കി നിന്നാൽ മതി മക്കളെ വരുന്നതും മക്കളെ വിടാനായിട്ടും. അവർ 2 പേരും കൂടെ പോവുകയും വരികയും ചെയ്തോളും. ഞങ്ങൾ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് എത്തി. മക്കൾ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണ് ഞാൻ കയറി വന്നത്. 2-3 ദിവസം ഇങ്ങനെ വെട്ടിത്തെളിക്കുമ്പോഴേ തീരുവുള്ളൂ. സമയം കിട്ടുന്ന പോലെ വെട്ടിത്തെളിക്കണം. രാവിലെ തന്നെ എനിക്ക് കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു 2 എണ്ണം. അത് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് വെട്ടിത്തെളിച്ച് തീർക്കാതെ കയറി വന്നത്. പിന്നെ എനിക്ക് പേടിയുമായിട്ടോ മക്കൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വെട്ടിത്തെളിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അവരെ കൊണ്ടുവിടുമ്പോൾ ഒരു 10 മിനിറ്റ് വീതം വെട്ടിത്തെളിച്ച് പോവുകയാണെങ്കിൽ ഒരു 2-3-4 ദിവസം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. അതുപോലെ കുറേശ്ശെ വെട്ടിപ്പോയാൽ. ഇതെല്ലാം കഴിഞ്ഞ് വന്നാണ് കേട്ടോ ദോശയും ചമ്മന്തിയും ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നത്. ഒരു ദോശ കൂടിയേ ചുട്ടെടുക്കേണ്ടതുള്ളായിരുന്നു. ഒരു ദോശ ഇരിപ്പുണ്ടായിരുന്നു. കട്ടിയുള്ള ദോശ ആരും തന്നെ കഴിച്ചില്ല, അതെൻ്റെയാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ ഇരുന്നു. അങ്ങനെ ഇനി ദോശയൊക്കെ കഴിച്ചിട്ട് കേക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. മാത്രമല്ല ഏലത്തിൻ്റെ മരുന്നുകൾ വാങ്ങിക്കണം. നാളെ മുതൽ ഏലത്തിൻ്റെ കുറച്ച് പണികളിലാണ്. മഴ വന്നിട്ട് ചെയ്യാൻ നോക്കിയിരുന്നതാണ്. മഴ വരും, വെയിലാവും, പിന്നെയും മഴ വരും. അങ്ങനെ ഇങ്ങനെ കാലാവസ്ഥ മാറി നിൽക്കുന്നതുകൊണ്ട് ഏലത്തിൻ്റെ പണികൾ തുടങ്ങണം. അങ്ങനെ പോയി ഏലത്തിൻ്റെ മരുന്നും പിന്നെ കുറച്ച് പലചരക്ക് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഉച്ചയായി കേട്ടോ. വന്ന് ഞാനിന്ന് ചോറിന്ന് ചൂടാക്കി കഴിക്കാനായിട്ട് ഇരുന്ന് കേട്ടോ. അടിപൊളി ചമ്മന്തി, ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടോ. ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. രാവിലെ മക്കൾക്ക് കൊടുത്തു വിട്ട് അതേ കറി തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കടയിൽ നിന്നൊക്കെ വന്ന ഉടനെ തന്നെ ഞാൻ കുറച്ച് ശകലം ഒന്ന് ഉണങ്ങി കിട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ എടുത്ത് പെരപ്പുറത്തോട്ടൊന്ന് ഇട്ടു. ചോറൂണ് കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോൾ ഇതാണ് അവസ്ഥ. തുണി മുഴുവൻ നനഞ്ഞു പോയി. ചാറ്റമഴ പെട്ടെന്ന് വന്നൊരു മഴയാണ്. ചാറ്റമഴയായിരുന്നു, വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. എന്നാലും പെട്ടെന്ന് പെയ്തു മാറി. തുണിയെ നനയ്ക്കാൻ വേണ്ടി മാത്രം ഓടി വന്ന മഴയാണോ എന്ന് ചിന്തിച്ചു പോയി. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് അടുത്ത നാളത്തേക്കുള്ള വീഡിയോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരുന്നു. വരാനുള്ള സമയമായിട്ട് മക്കളെ കാണാതായപ്പോൾ വിളിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് പറയുന്നത് ഇന്ന് ഏതോ ഒരു ബസ് പണി മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ബസ്സിലെ കുട്ടികളെയും കൂടെ കൊണ്ടുപോയി വിട്ടിട്ട് വരണം. അതുകൊണ്ട് തന്നെ അവർ വരാനായിട്ട് 5 മണിയോളം വൈകി കേട്ടോ. എനിക്ക് പാവം തോന്നി. 8:30 പോയ മക്കൾ 5 മണിക്കാണ് കയറി വന്നത്. അവരാകെ വിശന്ന് പെട്ടിരുന്നു. അവർക്ക് വേണ്ടി ദോശയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങി വന്നേക്കുന്നത്. 4 മണിക്ക് വരുമ്പോൾ കാപ്പി വേണമെന്നൊന്നുമില്ല. എന്നാ ഉണ്ടോ അത് അവർ കഴിച്ചോളും. ഇവിടെ കുറച്ച് ഭാഗം വെട്ടിത്തെളിച്ചിട്ടേക്കുന്നതുകൊണ്ട് ഉപകാരമായി കണ്ടോ. ഞാൻ പണ്ടേ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ തെളിയാനുള്ളത് കൊണ്ട്. അപ്പോൾ അവർ കയറി വന്നോളും. വലിയ കഥ പറച്ചിലാണ് താഴേന്ന് തന്നെ. ഈ സ്കൂളിലെ കഥകൾ മുഴുവൻ ഞാൻ കേൾക്കണമായിരുന്നു. ഇവിടെ കഥ പറയുമ്പോൾ അടിയുണ്ടാകും. ഫത്താഹിൻ്റെ കഥ പറയാൻ ഫത്താഹ് വരും, അക്കച്ചിപ്പെണ്ണിൻ്റെ കഥ പറയാൻ അക്കച്ചിപ്പെണ്ണ് വരും. രാവിലെ പുലിയെപ്പോലെ പോയാൽ പൂച്ചയെപ്പോലെ തിരിച്ചു വരുന്നുണ്ട്. ഫത്താഹ് അങ്ങനെയാണ് കേട്ടോ. രാവിലെ പിണങ്ങിപ്പോയാലും വൈകിട്ട് വരുമ്പോൾ അത് മറന്നു പോകും. എന്നാൽ കുക്കും അങ്ങനെയല്ല, പിണങ്ങിപ്പോയത് ഓർത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ഇനി മക്കൾ വന്ന് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഒരുപാട് പണികളുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കാനുള്ള ടൈമില്ല. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.